അവനല്ലേ ഇവിടെ? ആരാണോ? നിങ്ങളെ മരുമകൻ ഗോപിനാഥൻ തന്നെയാ ചോദിച്ചത്. അവൻ എത്ര കാലം ഇങ്ങനെ മുങ്ങി നടക്കുന്നു എനിക്ക് രാവിലെ തന്നെ ഞാൻ തുണിക്കടയിലേക്ക് പോയി അങ്ങേരോട് പറഞ്ഞേക്ക്. അടിച്ചവന്റെ കയ്യും കാര്യം ഞാൻ ഒട്ടിക്കും. എനിക്കതൊരു പ്രശ്നമല്ല. ഗോപി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പശുവിനെ കറക്കാൻ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഗോപിയുടെ കടയിൽ പോയിട്ട് നേരെ എത്രയായി? ഈ അമ്മാവൻ ഇവിടെ ഒന്നല്ലേ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മെനിരിക്കൂ, ചായ കുടിച്ചിട്ട് പോവാ. കയറി ഇരുന്ന് ചായയും ചോറൊക്കെ കൊണ്ടുപോവാ. ഞാൻ അവിടെ പെണ്ണ് കാണുന്നത്. കഴിഞ്ഞ മാസം 3-ാം തീയതി ചിട്ടിയുടെ ഗഡു വരാന്ന് പറഞ്ഞ ഗോപി പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ തമാശ പറഞ്ഞല്ലേ. അപ്പൊ എത്തിച്ചുണ്ടാവും. എന്നാല് ഈ എണ്ണയും തേച്ചിട്ട് ഒരുമാതിരി കണവണ വർത്താൻ പറയണ്ടല്ലോ. എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാത്തതാ. പണം മേടിച്ച് ഞന്നല്ലാതെ അത് തിരിച്ചു കൊടുക്കണമെന്ന് വല്ല വിചാരമുണ്ടോ നിങ്ങളെ മോനെ? അവൻ വന്നാ ഞാൻ പറയാം. കാലത്ത് തന്നെ വീട്ടിന്റെ മുമ്പിൽ വന്ന് ഇന്നൊന്നും പറയരുത്. അവനെ ഞാൻ എവിടെയെങ്കിലും ഇട്ട് പിടിച്ചോളാം. ഇത് മേന്ന ഇവനെക്കാളും വലിയവന്റെ അടുത്ത് വരണം, ഒരു കാര്യം പറയുവാനുണ്ട്. ഒരു കാര്യം പറയുക വേണ്ട. അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാ? ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു തരാം. ശത്രുദോഷം ശരിക്കുമുണ്ട്. ശത്രുവിനെ വകവരുത്തുവാനുള്ള പരിഹാര മാർഗവും പറഞ്ഞു തരാം. വരണം. ശത്രുവിനെ വകവരുത്താനുള്ള രേഖ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അമ്മാവിന്റെ മോന്റെ കണ്ണ് രണ്ട് ഞാൻ ചൂന്നെടുത്ത് കളയും. എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ കേട്ടാ. അത് ഞാൻ നോക്കിക്കോളാം. നിന്റെ സഹായമൊന്നും വേണ്ട. ശത്രു അരികിൽ തന്നെ ഉണ്ട്. വരണം, പറഞ്ഞു തരാം. നീ തന്നെയാടാ എന്റെ ശത്രു. ഇപ്പോ വേണ്ടേ? ഹലോ, വരണം, ഒരു കാര്യം പറയുവാനുണ്ട്. സാറിന്റെ മുഖലക്ഷണത്തെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ സത്യസന്ധനാണ്. ആ കണ്ണുകൾ വലിയ ഭാഗ്യവാന്റെ ലക്ഷണമാണ്. ഏതോ ഒരു അപകടസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണെന്ന് കണ്ടാൽ അറിയാം. വരണം, പറയുവാനുണ്ട്. നല്ല ഐശ്വര്യമുള്ള മൂക്കാണ്. ജോൺ എഫ് കെന്നഡിക്കും ജവഹർലാൽ നെഹ്റുവിനും ഇതേ മൂക്ക് തന്നെയായിരുന്നു. വിശ്വപ്രസിദ്ധനാവും. അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ വരണം. ഐശ്വര്യമായി ഒരു ദക്ഷിണം വെക്കണം. മുരുക ഭഗവാനെ, ഗുരുവായൂരപ്പ. തൽക്കാലം ഇത് മതിയാവും. പറയുന്നത് മുഴുവനും സത്യസന്ധമാണെങ്കിൽ സാർ 100 രൂപ എനിക്ക് സമ്മാനം തരണം. ഭഗവാനെ, ഇനി ആ കൈയൊന്ന് കാണട്ടെ. വിവാഹിതനല്ല. അല്ല, അടുത്ത് തന്നെ ഉണ്ടാവും. ഉത്തരങ്ങൾ വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ജോലി അധിക നാൾ ചെയ്യേണ്ടി വരില്ല. അയ്യോ, അപ്പൊ മുതലാളി എന്നെ ജോലി എന്ന് പറഞ്ഞു വിടുവോ? അയ്യോ, അതല്ല സാർ, നല്ല ഐശ്വര്യമുള്ള കൈയാണ്. കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഇത്തരം രേഖയുണ്ടാവൂ. രാജയോഗമാണ്. സവാരി ആനപ്പുറത്താവും. ജനങ്ങളെ ഭരിക്കുവാനുള്ള അധികാര പദവിയിലെത്തും. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറയൂ. അതെ, പാണാവള്ളി കൃഷ്ണപ്പണിക്കരെന്ന ഞാൻ പറയുന്നു. ലോട്ടറി എടുക്കാറുണ്ടോ? ഇല്ല. എന്നാ എടുക്കണം. ഓ, കോടീശ്വരനാകാനുള്ള യോഗം കാണുന്നുണ്ട്. കോടീശ്വരൻ. നാരായണേട്ടൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രതി ഞാൻ വിചാരിച്ച ആള് തന്നെയാ. അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാ. കഴിഞ്ഞ ആഴ്ച ഓടി വന്ന് 50 രൂപ ബലമായിട്ട് എന്റെ കയ്യിലോട്ട് തിരികെ വെച്ച് വന്ന്. നാരായണോ, ഗോപിയെ പറ്റി നീ പറഞ്ഞൊക്കെ നേരാണോ? പിന്നെ നോണ പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കേണ്ട വല്ല ആവശ്യം എനിക്കുണ്ടോ മേന്നെ? ആദ്യമൊക്കെ ചെറിയ ലക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ദേഹോദരം തുടങ്ങിയിരിക്കണത്രേ. ഗോവിന്ദൻ നായർ തല്ലാൻ ചെന്നോ എന്തൊക്കെയോ പറയണ കേട്ടു. മനുഷ്യന്മാരുടെ സ്ഥിതി. ഗോപിക്ക് കൊടുത്ത മുതലും പലിശയൊക്കെ പോയി തന്നെ അല്ലേ മേന്നെ? കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. അവൻ വല്ല ദേഹോദരം ഏൽപ്പിക്കുന്ന ആൾപ്പെടേണ്ട പേടി. അതുറപ്പാ. അയ്യോ, എന്റെ കാര്യത്തിനൊരു കുഴപ്പമില്ല. നാരായണേട്ടാ, എന്താ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. മനസ്സിലായി. ഈ കടയൊന്ന് ഉഷാറാക്കണമെന്ന് പറഞ്ഞ് നാരായണേട്ടൻ പല പ്രാവശ്യം എന്റെ അടുത്ത് രൂപ കടം ചോദിച്ചിട്ടുണ്ടല്ലേ? ഞാൻ തന്നിട്ടില്ല. എന്നാ വിഷമിക്കണ്ട. ചോദിക്കാതെ തന്നെ ഞാൻ നാരായണേട്ടന് കുറച്ച് രൂപ തരാൻ പോവുക. എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം. അയ്യോ വേണ്ട ഗോപി, എനിക്ക് പണത്തിന്റെ ആവശ്യമില്ല. എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ രൂപ തരും. ഗോപിക്ക് എന്തെങ്കിലും കുടിക്കാൻ? കുടിക്കാൻ എനിക്ക് പാല് തന്നെ ആയിക്കോട്ടെ. അയ്യോ, പണിക്കരേട്ടനോ?
ഞാൻ ഈ വടയുടെ വില നിലവാരമൊക്കെ നോക്കുവായിരുന്നു. വരട്ടെ. പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. ഉവ്വ്. പട്ടണം, ഹൃദയം. ആയിക്കോട്ടെ. ദാ ഇത് വെച്ചോ. താങ്ക്സ്. വേഗം വേണം. മേനോൻ ചേട്ടനോ? ഈ കണ്ണാടിപ്പെട്ടിക്കകത്ത് എന്തോ എടുക്കുക? ഞാൻ ചേട്ടനെ കാണാൻ കാത്തിരിക്കായിരുന്നു. നമ്മുടെ പൈസയുടെ കാര്യമില്ലേ? പൈസ വേണ്ട. പൈസ വേണ്ട, പൈസ വേണ്ട. സാറേ, ഗോപി, ബാലേ. ചേട്ടാ, എല്ലാം പരിഹരിക്കാം. അല്ല. ഓടിക്കോ, 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 ഓടിക്കോ. അയ്യോ. വിളിക്കണ്ട വിളിക്കണ്ട, ഞാൻ കണ്ടു. മേനോൻ ചേട്ടൻ ഇവിടെ എപ്പറ്റി? നമ്മുടെ അർഷദ് മേത്തയായിട്ട് ഒരു ചെറിയ പണടം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഒരു 10 lakhs തിരിമറി. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു 10,000 റുപ്യ മിസ്സിങ്. അത് പനമല കുഞ്ഞിരാമൻ നാർക്ക് കൊടുത്തോ, തട്ടകത്ത വർഗീസിന് കൊടുത്തോ, ഒരു പിടിയും കിട്ടുന്നില്ല. നീ എന്താ ഇവിടെ വല്ല പണടം അവിടെ ഉണ്ടോ? അല്ല, അതെ. നിനക്ക് എത്ര പണം വേണം? 1 2 3 4 5 6 7 8 9 10 11 12 15 14 15 16 17 18 19 20 പോയാ പാട്ടെ. അപ്പുണ്ണിയെ, അപ്പുണ്ണിയെ. മേന സംശയിക്കണ്ട, മേനോ തന്നെയാ. ഇവിടെ ഭ്രാന്താശുപത്രിയിൽ എന്തിനാ വരിക? ഞാൻ അറിഞ്ഞില്ല മേനെ. ആരും അറിയിക്കാതെ വീട്ടുകാർ സ്വകാര്യ വെച്ചിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? എപ്പോ വേണമെങ്കിലും പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. പരിപൂർണ്ണ സുഖമായിക്കോട്ടെ എന്ന് കരുതിയിരിക്കുകയാണ് ഞാൻ. അച്ഛന് ഭ്രാന്താണെന്ന് പറഞ്ഞ എന്റെ മകൾ ആരെങ്കിലും കെട്ടാൻ പോയോ? ഞാൻ അമിതമായി പലിശ വാങ്ങിയതിന്റെ ശിക്ഷയാണ് എന്ന് ആശ്വസിക്കാം. ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങളെ, അല്ലാണ്ട് എന്താ പറയാ? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങള്. എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങള്. എന്താ? അവന്റെ ഒരു ചുവപ്പ് മുണ്ടും ചുവപ്പ് ജുബയും ചുവപ്പ് തലയെക്കെട്ടും. ദൈവോ? അല്ല. അല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ? അല്ല. ചോദിച്ച സാധനം പറയടാ. നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? എങ്കിൽ അതിൽ തന്നെ ആര്? ഏത്? എന്തിനാടാ പാപത്തിനെ പിടിച്ച് പുറത്താക്കിയത്? നിനക്ക് അറിയില്ല. ഭൂലം ദേവി പോണേ, ചമ്പൽക്കാട്ടിലെ ഭൂലം ദേവി. ഡോക്ടറെ, നിങ്ങൾ ഭാര്യ മറ്റൊരാളെ കൂടെ ഒളിച്ചോടി പോയല്ലേ? നിങ്ങൾക്ക് വേറെ വിവാഹം കഴിച്ചൂടെ? ഫസ്റ്റ് വൈഫിന് ഞാൻ നോക്കിക്കോളാം, ഞാൻ കല്യാണം കഴിച്ചോളാം. വാട്ട് നോൺസെൻസ്! ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? പറയാം, എല്ലാം ഞാൻ പറയാം. എന്റെ പൊന്ന് സാറേ, ആർക്കാ വെളിവ് ആർക്കാ വെളിവില്ലാത്തതെന്ന് ഒരു പിടിയും കിട്ടണില്ല. ഈ കോമാളികളുടെ ഇടയിൽ ഞാൻ ആദ്യമായിട്ട് വന്നതാ. ഇയാളെ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്താണോ? അല്ല സാർ, അഡ്മിറ്റാ? എന്റെ കൃഷ്ണ, ഞാൻ അപൂർണാനന്ദ സ്വാമികള് പാണാട്ട് വീട്ടില് ഞാൻ നമ്മുടെ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. C12 കൂടുതൽ വയലന്റ് ആണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് മാറ്റിക്കോളൂ. ഇഞ്ചക്ഷൻ കൊടുക്കേ? ഡോക്ടർക്കും വട്ട? ഡോക്ടർ ഇങ്ങനെ തമാശ പറയല്ലേ? കൊണ്ടുകളോ. വിടാൻ പറഞ്ഞ പിന്നെ വിടട്ടോ. വെറുതെ എന്തിനെ പിടിച്ചു വലിക്കണേന്ന് അങ്ങോട്ട് വരല്ലേ? നിങ്ങൾ വിചാരിച്ച പോലെ എനിക്കൊരു തകരാറുമില്ല. എന്തിനാ വെറുതെ എന്റെ ശാപം മേടിച്ചു പറ്റണേ? എല്ലാവരും ഇത് തന്നെയാ പറയാറ്. കഴിഞ്ഞ ആഴ്ച വന്ന ഒരുത്തം പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാ ഓടിക്കറി വന്നത്. വന്നവരുടെയും പോയവരുടെയും കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് വല്ല ഇഞ്ചക്ഷൻ എടുത്തൂടെ? വിടേ, കണ്ട ഇത് കണ്ട
വത്സ, നീ ദീർഘായുസാവുക. എനിക്ക് ഇവൻ ചത്ത. വിടാൻ പറഞ്ഞില്ലേ? വിടാൻ പറഞ്ഞിട്ടോ? ഇതെന്റെ അമ്മാവനാ, എന്നെ കാണാൻ വന്നതാ. വിടൂ. എന്നാ പിടിച്ചോ. ഒറ്റ വീക്കുന്നമാവാ. അമ്മാവനിരിക്കൂ. ഇരിക്കമ്മാവ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അമ്മാവൻ എന്നാ എത്തിയത്? ഇന്നലെ രാത്രി നിന്റെ അമ്മയുടെ എഴുത്തിൽ നിന്നാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എന്ത് വിവരം? പങ്കുണ്ണിമേനോന്റെ ബാധ കൂടിയതാ, ഒരു സംശയമില്ല. ഒരു ഹോമം നടത്തി അവനെ അങ്ങോട്ട് ഒഴിവാക്കാം. ഹോമവും മാങ്ങാത്തിലൊന്നും അമ്മാവൻ നടത്തണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇവിടുന്ന് ഇറങ്ങട്ടെ. ആരുടെയൊക്കെ ബാധയെ ഒഴിപ്പിക്കേണ്ടത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഗോപി, അതല്ല. ഒന്നും പറയണ്ട. അമ്മാവൻ കാടാറ് മാസവും നാടാറ് മാസമായിട്ട് സൂഹിക്കല്ലേ. മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കാശുണ്ടാകാൻ പോകുന്നെന്ന് അറിഞ്ഞ് എന്റെ കൂടെ പറ്റിക്കൂടാൻ നോക്കല്ലേ. അത് ശരി. അപ്പൊ നിനക്ക് പ്രാന്തല്ലേ? നിന്നെ ഇടത്ത് വെട്ടി വലത്ത് തിരിഞ്ഞ് ഓതിരക്കണകം. സ്വാമി. മതി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ, കുരുത്തം കെട്ടവരെ. ശിഷ്യന്മാരെല്ലാവരും കൂടി ഒന്ന് പൊക്കി. സ്വാമി, ഈ ജീവിതകാലം മുഴുവനും ഇവിടെ തന്നെ ചുറ്റിക്കളിക്കാൻ ഏതെങ്കിലും ഒരു ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഉം. ഓ.